ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ചില ദിവസങ്ങളിലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ വെജിറ്റബിൾ ഓംലെറ്റ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഒട്ടും തന്നെ താമസിയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മാത്രം, ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു സവാള, മീഡിയം സൈസിൽ ഒരേ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ഉരുളക്കിഴങ്ങ്. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തന്നെയാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസാക്കിയിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടേണ്ടതാണ്. അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് അപ്പോഴത്തേക്ക് ഇതിങ്ങനെ കറുത്തു പോവില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റും കൂടിയാണ്. ക്യാരറ്റ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ മാത്രമേ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ വെജിറ്റബിളൊക്കെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പകുതിയോളം ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യങ്ങളാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റും കൂടി നമ്മളിപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 4 മുട്ടയും കൂടി. ആ മുട്ടയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ചെറിയൊരു പച്ചമുളകും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്. ഇനി വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. മല്ലിയിലയുടെ മണവും ടേസ്റ്റും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പകരം ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ മുട്ടയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. നമ്മൾ നേരത്തെ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ എണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബട്ടറെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാ സ്ഥലത്തേക്കും നല്ല ഈവനായിട്ട് നമുക്കിതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു ഫ്രൈങ് പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാവും. മുട്ടയുടെ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ചീസും കൂടിയാണ്. ചീസ് വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ചീസ് ഇല്ലയെന്ന് വെച്ചിട്ട് തയ്യാറാക്കാതെ ഇരിക്കേ വേണ്ട. നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് ചീസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു സൈഡ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയേ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് കളറും മാറിയിട്ട് പുറം വേകാതെ കിട്ടും. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഒന്ന് ഇതിന് മുകളിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചെടുത്താൽ മതിയാകും. അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മുടെ ആ മുട്ട പതുക്കെ ഒന്ന് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം.
നമ്മളല്ലാതെ എന്തെങ്കിലും ഒരു സ്പാച്ചില കൊണ്ടൊന്നും നമ്മളിത് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ പകുതി വെച്ച് ചിലപ്പോൾ അങ്ങനെ കട്ടായി പോകും. ഇച്ചിരി വെയിറ്റ് ഉണ്ട്, അതിൻ്റെ പേരിലാണ്. മറു സൈഡ് നമ്മൾ ഇതുപോലെ ഒരുപാട് സമയമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിലേ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ നേരത്തെ പ്ലേറ്റ് കമഴ്ത്തി എടുത്തതുപോലെ തന്നെയാണ് ഈ സമയം എടുക്കേണ്ടത്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ഓംലേറ്റ് ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ലൊരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനും ഇല്ല. അതില്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചായ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല വൈകുന്നേരം നല്ലൊരു സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.